ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും 100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയില്ല 9:04 ആയിട്ടുള്ളൂ. മേലെ താഴെയൊക്കെ എൻട്രി എടുക്കാനുള്ള ലെവൽസൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇതിലേതൊരു ലെവൽ ടാപ്പ് ചെയ്യണം, അതല്ലാണ്ട് നടുക്ക് പുതിയൊരു ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടാപ്പ് ചെയ്യണം. അങ്ങനെയാണ് ഇതിലേക്ക് എൻട്രി ഉണ്ടാവുക. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ, എന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയി താഴെ മാർക്ക് ചെയ്ത ലെവലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു എൻട്രി നോക്കാം, മേലോട്ട് ഈ ഒരു അപ്സൈഡിലേക്കുള്ള ഒരു എൻട്രി നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മേലെ എത്തണമെങ്കിൽ ഇനി ഒരുപാട് പോകാണ്ട്, ഈ ഒരുപാട് പോയിന്റ് പോയിട്ട് ഇവിടെ വരെ എത്തണം. അതല്ലെങ്കിൽ നടുക്ക് പുതിയൊരു ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കാം. ഈ ലെവലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്, താഴത്ത് അതെടുക്കുകയാണെങ്കിൽ മേലോട്ട് നോക്കാം. എന്തായാലും നോക്കി നോക്കാം, അല്ലെങ്കിൽ ഒരു എൻട്രി സെറ്റപ്പ് വരികയാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ രാവിലെ മാർക്ക് വെച്ച് 2 ലെവലും ടാപ്പ് ചെയ്യാതെ ഒരു 1 മിനിറ്റിൽ ഒരു പുതിയൊരു ലെവൽ ഉണ്ടായിട്ട് അത് ടാപ്പ് ചെയ്തപ്പോൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. താഴത്തെ ഒരു പുട്ട് ഓപ്ഷനാണ് ട്രേഡ് എടുത്തത്. ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്ത സമയത്ത്, ടാപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എടുത്തത്. ഒരു പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്തു. ഇനി നോക്കി നോക്കുക, താഴത്തെ ഈ ഒരു ലെവലൊക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റിയൊരു ലെവലാണ്. 100 പോയിൻറ്റ്സ് ആയിരിക്കും ടാർഗറ്റ്. ഇതവിടെ കാണാം, 51,400 പുട്ട് ഓപ്ഷനാണ് എടുത്തത്. ഇവിടെ ഓർഡറിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. 163.7 എൻട്രി. ടാർഗറ്റ് 100 പോയിൻറ്റിലല്ല, 100 പോയിൻ്റാണ് ഇട്ടത്, പക്ഷേ അതിലല്ല വന്നത്. അപ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്ത് കറക്റ്റ് 100 പോയിൻറ്റ്സ് ആക്കി കൊടുക്കാം. അപ്പോൾ കറക്റ്റ് 100 പോയിൻറ്റ്സ് വരുമ്പോൾ 263.7 ആയിരിക്കും വരാം. അപ്പോൾ ആ പോയിന്റിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. 263.7 ടാർഗറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ കറക്റ്റ് 100 പോയിൻ്റ് അടിക്കുകയാണെങ്കിൽ ടാർഗറ്റ് എക്സിറ്റ് ആവും. അതല്ല SL അടിക്കുകയാണെങ്കിൽ 20 പോയിൻ്റ് ആയിരിക്കും. 20 പോയിൻ്റ് SLും നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒരു ചെറിയ കുറച്ച് വെച്ച് കൊടുക്കും. ഒരു 17, 16 ആ റേഞ്ചിലൊക്കെ SL ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ശരിക്കും വരേണ്ട SL 20 പോയിൻ്റ് വരുമ്പോൾ 163, 53, 43 43.7 അതൊരു 46 കൊണ്ടുവച്ച് കൊടുക്കാം. ഒരു ജസ്റ്റ് ഒരു 3-4 പോയിൻ്റൊക്കെ 146 SLും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അടിക്കുകയാണെങ്കിൽ ട്രേഡ് എക്സിറ്റ് ആവും. ഒന്നെങ്കിൽ SL അല്ലെങ്കിൽ ടാർഗറ്റ്. അപ്പോൾ നോക്കി നോക്കാം, ടാർഗറ്റ് അടിക്കും SL അടിക്കും എന്നുള്ളത്. ഓക്കെ, മാർക്കറ്റിൻ്റെ ഇപ്പോൾ ഉള്ളൊരു പോക്ക് കണ്ടിട്ട് ഇപ്പം തന്നെ SL അടിക്കും തോന്നുന്നുണ്ട്. കാരണം അടിച്ചിട്ടുണ്ട് SL. കുത്തനെ മേലോട്ട് കയറി പെട്ടെന്ന് തന്നെ SL അടിച്ചു. വേറെ 2 മിനിറ്റ് ഉണ്ടായിരുന്നൊരു ട്രേഡ്. ഇവിടെ പൊസിഷനിൽ കാണാം 531 രൂപയാണ് SL അടിച്ചത്, ലോസ് വന്നത്. ഓർഡറിൽ എൻട്രീൻ്റെ എക്സിറ്റിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ചാർട്ടിലൊന്ന് പോയി നോക്കാം. ടൈം 10:02 10:04 ആണ്. ഓക്കെ, 10:02 ഹാൻഡിൽ കയറുമ്പോൾ ഈ ഒരു ഹാൻഡിലാണ്, ഈ ഹാൻഡിലായിരുന്നു എൻട്രി. 10:04 കയറുമ്പോൾ 2 മിനിറ്റ് ഈ ഒരു ഹാൻഡിൽ എക്സിറ്റും SL അടിച്ചു. പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് SL അടിച്ചു, പെട്ടെന്ന് എൻട്രി എടുത്തു, SL അടിച്ചു. ഇനി പുതിയൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. രാവിലത്തെ ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ. 531 രൂപ ലോസ് അടിച്ചത്. SLൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉടനെ രാവിലെ കാണിച്ച ട്രേഡാണ്. പിന്നെ മാർക്കറ്റ് ഭയങ്കര കൺസോൾട്ടേഷനാണ്, ഇവിടെ കണ്ടാൽ മനസ്സിലാവും. രാവിലത്തെ ചെറിയൊരു മൂല്യത്തിന് ശേഷം കംപ്ലീറ്റ് കൺസോൾട്ടേഷനാണ്. അതുകൊണ്ട് പുതിയൊരു എൻട്രിയും കാര്യങ്ങളൊന്നും കിട്ടും തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ട്രേഡ് ഇവിടെ നിർത്തുകയാണ്. ഇനി പുതിയൊരു ട്രേഡിംഗ് വീഡിയോ ആയിട്ട് നാളെ കാണാം.